താമരശ്ശേരി ചുരം ഓർമ്മയുണ്ടോ സുജയ? എനിക്ക് എന്നെക്കാളും ഓർമ്മ എനിക്ക് തോന്നുന്നു ഒരു 3 പതിറ്റാണ്ടായി ആ ചുരം കയറുന്ന ഒരാൾ നമ്മുടെ തൊട്ടടുത്തിരിപ്പുണ്ട്. അതെ, ആന്റോ അഗസ്റ്റിൻ അല്ലേ? താമരശ്ശേരി ചുരം ഒന്ന് നിവരാനുള്ള സാധ്യത ഞങ്ങളെ ചുരമാണ്. താമരശ്ശേരി ചുരം ഒന്ന് നിവരാൻ പോവാണ്. അപ്പൊ തുരങ്കപാത വരുന്നുണ്ട്. ആ ടണലിലൂടെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിപ്പോർട്ടിംഗ് വരെ കാത്തിരിക്കണം. വേണ്ടി വരുമായിരുന്നു. കാരണം അത്ര സമയം എടുക്കും. 5 വർഷമാണോ? 4 വർഷമെങ്കിലും എടുക്കും. എന്തായാലും അത് നടക്കും, നടക്കുമായിരിക്കും. അപ്പൊ താമരശ്ശേരിയിലുള്ള മനുഷ്യർ നമ്മളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. നമ്മൾ 1:30 പറഞ്ഞിരുന്നത്. നമ്മൾ 1 മണിക്കൂറെ വൈകിട്ട് നമ്മൾ ഏകദേശം 1 മണിക്കൂർ വൈകിയാണ് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടറിന്റെ മഹാറാലിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ താമരശ്ശേരിയിലേക്ക് എത്തുന്നു. താമരശ്ശേരിയിൽ വരാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരാളുണ്ട്. യെസ്, ആരാണ്? ഉണ്ണി ബാലകൃഷ്ണൻ. അതെ, ഈ താമരശ്ശേരിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടോ ഉണ്ണി ബാലകൃഷ്ണൻ? താമരശ്ശേരിയിൽ എപ്പോഴെങ്കിലും? താമരശ്ശേരിയുടെ കൂടാണ് എപ്പോഴും. അപ്പൊ താമരശ്ശേരിയിൽ യഥാർത്ഥത്തിൽ പോകണമെന്നാണ് ആഗ്രഹം. അതെ, താമരശ്ശേരി ഞാൻ മുമ്പ് വന്നിട്ടുണ്ടല്ലോ, ഈ യാത്രകളിലൊക്കെ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് സിനിമയിലൂടെ ആ തമാശ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. ഇപ്പം ഏതായാലും നമ്മൾ ഈ പോകുന്നത് നമ്മളെ കാത്തു നിൽക്കുന്ന, അല്ലെ, 1 മണിക്കൂറായിട്ട് നമ്മളെ കാത്തു നിൽക്കുന്ന ആളുകളെ കാണാൻ വേണ്ടിയിട്ടാണ്. ആ ആളുകൾ അവിടെ കാത്തു നിൽക്കുന്നത് നമ്മളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ്. ആ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് ഏറ്റവും മനോഹരമായ, ഏറ്റവും അനിവാര്യമായൊരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഈ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കാത്തിരിക്കുന്നവരെ കാണാനുള്ള യാത്രയാണിത്. ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവരവിടെ നിന്നത് ഏറ്റെടുത്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൂടി ഈ സന്ദേശം എത്തിക്കും എന്നും നമുക്ക് പ്രതീക്ഷയുണ്ട്. അതാണല്ലോ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ യാത്രയിലുടനീളം, അല്ലേ സുജയ? ശരിക്കും സർപ്രൈസ് ആയില്ലേ പലയിടങ്ങളിലും? നിശ്ചയമായി, ഉറപ്പായിട്ടും. പിന്നെ എന്താ സംശയം? കാരണം വെച്ചാൽ ഈ പരിപാടി ആരംഭിക്കുന്ന നമുക്കൊക്കെ ഒരാശങ്കയുണ്ടല്ലോ, എത്രത്തോളം ആളുകൾ ഇതിൽ പങ്കാളികളാകും. ഒന്ന് കാലാവസ്ഥ, 2 നോമ്പുകാലം, പ്രത്യേകിച്ച് മലപ്പുറത്ത് നിന്നാണ് നമ്മൾ ഈ പരിപാടി ആരംഭിക്കുന്നത്. പക്ഷേ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം വെച്ചാൽ രാവിലെ 6:45 ഇതിൻ്റെ ഫ്ലാഗ് ഓഫിന് വേണ്ടിയിട്ട് 100 കണക്കിന് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ 100 കണക്കിന് ആളുകൾ പിന്നെ 1000 കണക്കിന് ആളുകളായിട്ട് മാറുന്നതാണ് നമ്മൾ കണ്ടത് ഓരോ സ്ഥലങ്ങളിലും. പ്രത്യേകിച്ച് യുവാക്കളുടെ പങ്കാളിത്തം എന്നെ നിശ്ചയമായും അത്ഭുതപ്പെടുത്തി കേട്ടോ. വിദ്യാർത്ഥികളും യുവാക്കളും. കാരണം വെച്ചാൽ അവരിലേക്കാണല്ലോ നമ്മൾ ഈ സന്ദേശം എത്തിക്കാൻ ശ്രമിക്കുന്നത്. സുജയ, അപ്പോ നമ്മളിപ്പോ നമ്മുടെ വാഹനം താമരശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക്. അതെ, താമരശ്ശേരി എത്തി.